എത്ര നേരമായി കിടന്ന് വെയിറ്റ് ചെയ്യുന്നു. ലൈൻമാൻ ബെനിയിലേക്ക് ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ പതുക്കെയൊക്കെ വരാനേ പറ്റി. പോണ്ടേ? പോളം. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കറങ്ങിട്ട് വരാം. അഖിലേട്ടൻ ഇത്രയും നാളായിട്ട് മിനി എടുത്തിട്ട് എനിക്ക് എന്താ ഓടിക്കാൻ തരാഞ്ഞ്? എന്റെ അടുത്ത് ലക്ഷ്മി ചേച്ചി പറഞ്ഞല്ലോ ഓടിക്കടീന്ന്. മിനി കൂപ്പർ എടുക്കുന്നവരുടെ പ്രത്യേകതയുണ്ട്, അവരാ വണ്ടി ആർക്കും കൊടുക്കത്തില്ല. എന്നിട്ട് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ വണ്ടിയാണെന്നാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ സ്വകാര്യതയിലേക്ക് നീ കടന്നു കയറാ. അയ്യോ അങ്ങനെയല്ല, ചേച്ചി എന്നോടാ പറഞ്ഞത് നീ ഓടിക്കടി. അവളങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അവള് നിന്നോട് പറഞ്ഞല്ലേ? നമുക്ക് നാളെ കൊണ്ടല്ലേ ഞാൻ ശരിയായി കൊടുക്കുന്നു. അയ്യോ വേണ്ട. സപ്പോസ് ഇത് മിനി കൂപ്പർ അല്ല, മിനി കൂപ്പർ ആണ് എന്നാ ഒരാളുടെ പേരിടണം. നമ്മുടെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിന്റെ പേരിടണം എന്ന് പറഞ്ഞാൽ ആരുടെ പേരിടും? അനിയമിതിട്ട്. അതെന്താ? നല്ല തള്ള ഈ വണ്ടിക്ക്, നല്ല പുള്ള, നല്ല കാല് കൊടുത്താ പറക്കും. മിഥുനും കഥ പറഞ്ഞാ പറക്കും. ഇതും കഥ പറഞ്ഞാലും മിനി കൂപ്പർ കാല് കൊടുത്താലും നല്ല എയറിലായിരിക്കും. മിനി കൂപ്പർ കനാലിൽ പോയാലും ഞാൻ പോരുന്നു. വാ വീട് കാണിച്ചു തരാം. വീട് കാണിക്കാന്ന് പറഞ്ഞിട്ട് വയലും ഇത്രയും ചൂടും മനുഷ്യൻ നടക്കാനും പറ്റുന്നില്ല. വയലും ചൂടും പ്രകൃതിയും ഒക്കെ നിറഞ്ഞ വീട്ടിലേക്കാ പോകുന്നത്. നീ നടങ്ങ. അല്ല, ഇതിലേതാ വീട്? ഒരു 10-15 വീട്ടിൽ താമസിച്ചിട്ടുണ്ടല്ലോ. അതെ, എണ്ണം വെച്ച് നോക്കിയാ 10 കാണും. 10 നിന്ന് പുതിയ വീട്ടിൽ നിന്ന് എല്ലാം കൂടെ ബിഗ് ബോസിൽ കംപ്ലീറ്റ് എണ്ണത്തെ വിളിച്ചിട്ട് നമ്മളെ പുതിയ വീട് കാണിച്ചു തന്നെയല്ലേ? ഓഫ് കോഴ്സ്. നല്ല കാറ്റുണ്ട്. ഇപ്പൊ ഈ സ്ഥലത്ത് ഇനി വല്ല കഥയുണ്ടോ പറയാൻ? അല്ല, ഈ സ്ഥലത്ത് കഥ പറയാൻ പറഞ്ഞല്ല. ഞാൻ നീ മറ്റേ ദുബായ്ക്കാരി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിനക്ക് നമ്മുടെ നാട്ടിലൊന്ന് വയലും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നൊസ്റ്റാൾജി അടിക്കും. ഞാൻ ഇടയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങി. ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് ചാനലുകാരൊക്കെ കവർ ചെയ്താൽ ഇവര് കവർ ചെയ്താൽ എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഈ സാധാരണ ഞാൻ പറയാം, എനിക്ക് ഈ പൊതുവേ നമ്മുടെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ സ്വന്തമായിട്ടൊരു വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഒരു ശതമാനം പോലും ചെയ്യുമെന്ന് വിചാരിച്ച കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ എന്താ ബിഹൈൻഡ് ബുക്സിന്റെ ടൂർ പരിപാടിയിൽ കുറേ ടൂർ പോകാതെ ഞാൻ പറഞ്ഞു. നമുക്കൊരു ടൂറായിട്ട് തന്നെ പോകാൻ ഞാൻ പറഞ്ഞു. പാടി. അപ്പം യഥാർത്ഥത്തില് നേരെ വീട്ടിൽ കയറാനുള്ളതിന് എന്നെ എവിടൊക്കെയോ ചുറ്റിച്ച് കൊണ്ടുവന്നോണ്ടിരിക്കുവാണേ. ഇത് ആക്ച്വലി 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നത്. കാരണം കുട്ടിയത്ത് നമ്മൾ താമസിച്ചതെല്ലാം വാടക വീടുകളിലായിരുന്നു. അപ്പോൾ ആ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ സ്വന്തം എന്ന് പറയാൻ അത് അമ്മയുടെ ആങ്ങളയുടെ എൻ്റെ മാമൻ്റെ ഓഹരിയായിരുന്നു വന്നത്. അമ്മണിയമ്മ വരൂ. അപ്പൊ അമ്മണിയമ്മയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച്